ഇതുപോലെ ഇപ്പൊ വഫാത്തിന്റെ ശേഷമുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഓരോരോ ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ. ഇപ്പൊ അവിടത്തേക്ക് ഫാത്തിഹ ഓതിയിട്ടും യാസീൻ ഓതിയിട്ടും അവിടുത്തെ മൗലിദ് ഓതിയിട്ട് വരെ അനുഭവം ഉണ്ടായത്. ഇപ്പൊ നാദാപുരത്തിന്റെ അടുത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഹോദരന്, അദ്ദേഹത്തിന് ശരീരത്തിലാകെ അസുഖം, അതായത് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അങ്ങനത്തെ എല്ലാ തരമുണ്ട്, പനിയുണ്ട്, അങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടായി. അപ്പോ പിന്നെ നാദാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ എത്രയോ ദിവസം നിന്നിട്ടും ഇയാൾക്ക് യാതൊരു ഷിഫാവില്ല. ഒന്ന് പാനൂര് മൂസ മുസ്ലിയാർ, അള്ളാഹു അടുത്ത് ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. അവര് ഇവരോട് പറഞ്ഞു, ഈ അഷ്റഫ് എന്ന് പറഞ്ഞോളൂ, ഇനി സി എം വലുതാന്റെ മൗലൂദ് നന്നായിട്ട് നേർച്ചാക്കിക്കാം, അതൊരാളെ കൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഓദിച്ചെന്നാൽ അതോടുകൂടി സുഖാവുന്നു. അപ്പൊ അങ്ങനെ അന്ന് ആ അഷ്റഫ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ വെച്ച് മൗലൂദ് ഓതിയാണ്. ഫുള്ള് മൗലൂദ് ഓതി, ഒരു ഉസ്താദിനെ വിളിച്ച് കുറെ നേരം ഓതി ഫുള്ള് തീർത്തു പോയി. അന്ന് രാത്രി ഈ അഷ്റഫ് എന്ന് പറഞ്ഞ ആള് സി എം വലുതാനെ സ്വപ്നം കാണാൻ. അയാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു. പിറ്റേന്ന് നേരം എടുത്തപ്പോൾ അയാൾ പറയാണ്, ഇങ്ങനെ ഞാൻ പിന്നെ കുടുംബത്തിനെ വിളിച്ചു പറയും. കുടുംബം പേര് പറഞ്ഞു മൗലൂദ് നടത്തിയതോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളൊന്നും അയാളോട് പറഞ്ഞിട്ടില്ല. ഇപ്പം വീട്ടിൽ നിന്ന് മൗലൂദൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പിന്നെ ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അവർ ചെന്നപ്പോൾ ഇയാൾ പറയാണ്, ഞാൻ ഇന്നലെ രാത്രി ഒരാളെ സ്വപ്നം കണ്ടു. ഒരാൾ എൻ്റെ അടുത്ത് വന്നു, ഷർട്ടൊന്നും ഇടാത്ത വലിയ മേലെ നെഞ്ചിന്റെ മേലേക്ക് കയറ്റിയിട്ട് വെള്ള തുണി എടുത്തിട്ടുള്ള ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ സുഖമില്ലായിട്ടാണ്, രോഗമായിട്ടാണ്. ഇനി നിനക്ക് ആ രോഗമില്ല, എല്ലാം സുഖപ്പെട്ടു, വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവാന്നു അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ട, എന്താണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ അന്ന് രാവിലെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഇയാള് പിന്നെ പ്രഷർ നോക്കുമ്പോൾ കുഴപ്പമില്ല, നോർമലാണ്. പിന്നെ പനി നോക്കുമ്പോൾ പനിയില്ല. അങ്ങനെ ഓരോന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് തരാറില്ല. ഡോക്ടറിനെ പെന്നോണ്ട് വെട്ടിയിട്ട്, എന്തിനാണ് നിങ്ങൾ ഇവിടെ വെറുതെ നിൽക്കുക, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പേന കൊണ്ട് അയാളെ ഇതൊക്കെ എഴുതിയതിന്റെ മേലെ വരച്ചിട്ട് അയാളെ ഫയലായിട്ട് നിങ്ങൾ പുറേ പോയിക്കോളി എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് കൊടുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വിശ്വാസമുള്ള ആളുകൾക്ക് വിശ്വാസം, അല്ലാത്തൊരു കളിയാക്കുന്നവർക്ക് അങ്ങനെ കളിയാക്കുക, പോലെ പണിയെടുക്കുക.